ഈ വർഷം നമുക്ക് ഇ ഫയലിംഗ് നടത്തുന്ന ഒരു പുതിയ പോർട്ടലാണ് ആദായ വകുപ്പ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്നുള്ള വിഭിന്നമായി പുതിയ പോർട്ടലിൽ എങ്ങനെ 2020-21 സാമ്പത്തിക വർഷത്തെ അഥവാ 2021-22 അസസ്മെൻ്റ് ഇയറിലെ ഫയലിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാമോ എന്നുള്ളത് പരിശോധിക്കാം. ആദ്യമായി നിങ്ങൾ മോസില്ല ഫയർഫോക്സോ ക്രോമിയം ബ്രൗസറോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തുറക്കുക. അതിൻ്റെ മുകളിൽ നിങ്ങൾ www.incomeTax.gov.in എന്ന് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പുതിയ ഒരു വെബ് ഡിസൈനിങ്ങിലോട്ട് വന്നു കഴിഞ്ഞു. ഇതാണ് അവരുടെ പോർട്ടൽ. ഇവിടെയാണ് നമ്മൾ സൈൻ ഇൻ ചെയ്ത് നമ്മളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എല്ലാം കൊടുത്ത് കയറേണ്ട സ്ഥലം. ഒരു പേജ് വന്നതിന് ശേഷം നിങ്ങളതിൻ്റെ വലതുവശത്ത് മുകളിലായി കാണാം ലോഗിൻ എന്നും രജിസ്റ്റർ എന്നും. നിങ്ങൾ ആദ്യമായി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്ത് കയറുക. നേരത്തെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്താൽ മതി. നിങ്ങളുടെ പാസ്വേഡും യൂസർ ഐ ഡി നിങ്ങളുടെ പാൻ നമ്പറാണ്, അതും കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. അവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി ആയി നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ തുറന്നു വന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലീസ് കൺഫേം യുവർ സെക്യൂർ ആക്സസ് മെസ്സേജ് എന്നതിന് അടുത്തുള്ള ആ ചതുരത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അവരുടെ പല സർവീസുകളും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. ഫയൽ റിട്ടേൺ ചെയ്യാൻ, ഫയൽ ഫോംസ് കാണാൻ, വെരിഫൈ റിട്ടേൺ ചെയ്യാൻ, അതർ സർവീസസ്. നമുക്ക് വേണ്ടത് ഇവിടെ ഫയൽ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ അവിടെ ഒരു ഐക്കണുണ്ട് ഫയൽ എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ, ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നിവ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെയാണ് നിങ്ങൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്. സെലക്ട് അസസ്മെൻ്റ് ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ 2021-22 കറണ്ട് AY എന്നാക്കുക. ഫയലിംഗ് ടൈപ്പും ആർ യു ഓഡിറ്റഡ് എന്നുള്ള ഭാഗമൊന്നും ക്ലിക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് തുടർന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു നീഡ് ടു സെലക്ട് എ മോഡ് ഓഫ് ഫയലിംഗ് ടു പ്രൊസീഡ് വരും. സെലക്ട് മോഡ് ഓഫ് ഫയലിംഗ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ മോഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ മോഡിൻ്റെ സർക്കിളിൽ ടിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന വിൻഡോയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ടു ഫയൽ എ ഫ്രഷ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് കാണും. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ കിട്ടുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് 3 സർക്കിളുണ്ട്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ എന്നുള്ള സർക്കിളാണ്. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ യു നീഡ് ടു ചൂസ് ആൻ ITR ഫോം ടു പ്രൊസീഡ്. ഏത് ITR ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നാണ്. സെലക്ട് ITR ഫോം എന്നുള്ള ഒരു കോളമുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ കിട്ടും ITR 1, ITR 2, ITR 4. അതിൽ നമ്മൾ ITR 1 ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ITR 1 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് വിത്ത് ITR 1. പുതിയ ITR 1 ഇൻകം ടാക്സ് റിട്ടേൺ 1 എന്നുള്ള ഒരു വിൻഡോ തെളിഞ്ഞു വരും. ഇവിടെ വാലിഡേറ്റ് യുവർ റിട്ടേൺ ബ്രേക്കപ്പ് ഉണ്ട്, കൺഫേം യുവർ റിട്ടേൺ സമ്മറി ഉണ്ട്, വെരിഫൈ സബ്മിറ്റ് യുവർ റിട്ടേൺ ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ പേജിൽ നിങ്ങൾ ആർ യു ഫയലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദ ഫോളോയിങ് റീസൺസ്. ഏത് റീസണിലാണ് നിങ്ങൾ ഈ ഇൻകം ടാക്സ് ഫയലിംഗ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ചെയ്യാനുള്ളത് ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എസംഷൻ ലിമിറ്റ്. 2,50,000 കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റിൽ എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇവിടെ തെളിഞ്ഞു വരും. ഞങ്ങൾ
പ്രീ ആയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ. നിങ്ങൾ വെരിഫൈ ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യാനാണെന്ന് പറയുന്നത്. നമുക്കിത് നോക്കണ്ട, നമ്മളിവിടെ ഓക്കെ ബട്ടൺ അടിച്ച് പ്രൊസീഡ് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് 5 ടാബുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 1 പേഴ്സണൽ ഇൻഫർമേഷൻ, 2 ഗ്രോസ് ടോട്ടൽ ഇൻകം, 3 ടോട്ടൽ ഡിഡക്ഷൻസ്, 4 ടാക്സ് പെയ്ഡ്, 5 ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ഇങ്ങനെയുള്ള 5 ടാബും നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഫയൽ പൂർത്തിയാവുകയുള്ളൂ. ഓരോന്നായി എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അതിൽ വേണ്ട തിരുത്തുകൾ നമ്മൾ നടത്തുക. പേര്, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ പ്രൊഫൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എല്ലാം ശരിയാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് തിരുത്താൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വന്നിരിക്കുന്നത് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. സാധാരണ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് താഴെ നിങ്ങൾക്ക് ഫയൽഡ് ഇൻ റെസ്പോൺസ് നോട്ടീസ്, അതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മൾ താഴത്തോട്ട് എടുക്കുക. ഇവിടെ നിങ്ങൾ ആർ യു ഓപ്റ്റിംഗ് ഫോർ എ ന്യൂ ടാക്സ് റെജീം ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് പുതിയ തരത്തിലും പുതിയ റെജീമിലും, ഒന്ന് പഴയ റെജീമിലും. നമ്മൾ സാധാരണയായി നിങ്ങൾ ഏത് റെജീമിലാണ് ചെയ്യുന്നതെന്നതിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. എസ് എന്ന് പറയുമ്പോൾ അവരവിടെ ഒരു വിൻഡോ തെളിഞ്ഞു വരും, അത് വായിച്ച് നോക്കി ചെയ്യുക. നോ സാധാരണഗതിയിൽ ഒരു 12 ലക്ഷം 11 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ റെജീമിൽ ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് ബാങ്ക് ഡീറ്റെയിൽസിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ശരിയാണോ നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ആഡ് നമ്പർ കൊടുത്ത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുള്ള ആളാണെങ്കിൽ സെലക്റ്റഡ് ഫോർ റീഫണ്ട് എന്ന ഐക്കൺ ആക്റ്റീവ് ആയതിനു ശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഇൻഫോർമേഷൻ എന്നത് കൺഫേംഡ് ആയി നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ളൊരു പേജിലോട്ട് വന്നു. ഇവിടെ എക്സംഷനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ആണ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സാലറി എക്സംഷൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആൻഡ് കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ടൂർ ഓർ ട്രാൻസ്ഫർ മെയിൻ്റനൻസ് ഓഫ് യൂണിഫോം എക്സെട്ര. ഇവിടെ സാധാരണഗതിയിൽ നോ ആയിരിക്കും. ഇങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സംഷൻ യെസ് കൊടുക്കുക. അടുത്തത് ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ് എക്സെട്ര. ഇവിടെ യെസ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ യെസ് കൊടുത്തിട്ട് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ തുക എത്രയാണ് എഴുതുക. അടുത്ത സെക്ഷൻ ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹൗസ് റെൻറ്റ് അലവൻസ് ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ സെക്ഷൻ 10(13)A വായിച്ച് നോക്കാം. എന്നിട്ട് വേണ്ടതാണെങ്കിൽ വേണ്ടതെഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. അടുത്തത് ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ലീവ് ട്രാവൽ അലവൻസ് ആണ്. അതിൽ യെസ് ഓർ നോ നിങ്ങൾ കൊടുക്കുക. അടുത്തത് ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി അതർ എക്സംഷൻ ഫ്രം സാലറി ഇൻകം. ഏതെങ്കിലും തരത്തിലുള്ള സാലറി ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ എക്സംഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. സാധാരണയായി നോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് വന്നു. വെരിഫൈ യുവർ ഇൻകം സോഴ്സ് ഡീറ്റെയിൽസ്. ഇതിൽ കാണുന്ന വിൻഡോസാണ് ഇൻകം ഫ്രം സാലറി. ഗ്രോസ് സാലറി കൊടുക്കണം, എക്സെപ്റ്റ് അലവൻസ് ഉണ്ടെങ്കിൽ കൊടുക്കണം, നെറ്റ് സാലറി അവിടെ വരും, ഡിഡക്ഷൻസ്, ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ്. ഇവിടെ നിങ്ങൾ ഗ്രോസ് സാലറി എന്ന് കണ്ടു, ABC എന്നുണ്ട്. അത് 3 കൂടി കൂട്ടിയതാണ്. നിങ്ങളുടെ സാലറിയും ലീവ് സറണ്ടറും ഫെസ്റ്റിവൽ അലവൻസും ഇതാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇതവിടെ ആ കോളം ആക്റ്റീവ് അല്ല. ആ കോളം ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ സാലറി ആസ് പെർ സെക്ഷൻ എന്ന 17(1) എന്ന കോളത്തിൽ നമ്മളുടെ ഗ്രോസ് സാലറി അടിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ ഞാനൊരു സാങ്കല്പികമായ നമ്പർ
കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. 6,39,004 രൂപ. ഇതിൻ്റെ താഴെയുള്ള ബിയും സിയിലും നമ്മളൊന്നും കൊടുക്കേണ്ടതില്ല. അതവിടെ കൊടുക്കേണ്ട ഒരു കോളത്തിലുള്ളതല്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അലവൻസസ് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ സെലക്ട് എന്നുള്ള കോളനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ അലവൻസുകളുടെ നിര. അതിലേതെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അതിലില്ലാത്ത ഏതെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇഫ് യു ആർ എലിജിബിൾ ഫോർ എനി അതർ എക്സംഷൻ പ്ലീസ് ക്ലെയിം. അവിടെ ആഡ് അനദർ കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഈ പേജിൻ്റെ അടിയിലായി നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. ഇനി നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടെങ്കിൽ ആ കോളത്തിൽ നിങ്ങൾ കൊടുക്കുക. അതുപോലെ പ്രൊഫഷണൽ ടാക്സ് അത് നമ്മൾ കൊടുക്കുന്നത് 2,500 ആണ്. അവിടെ 2,500 ചേർക്കുക. ശേഷം നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിൻ്റെ വലതുഭാഗത്തായി ആഡ് എഡിറ്റ് ഡീറ്റെയിൽസ് ഓഫ് ബ്രേക്കപ്പ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഭവന വായ്പ എടുത്തിട്ടുള്ളതാണെങ്കിൽ ആ ഭവന വായ്പയുടെ പലിശ നിരക്ക് കൊടുക്കാനുള്ള സ്ഥലമാണ് ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിയിലെ സെലക്ട് ക്ലിക്ക് ചെയ്യുക. സെൽഫ് ഓക്യുപ്പൈഡ് ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ നടത്തുക. ഇവിടെ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്നതിന് നേരെ വലതുഭാഗത്തുള്ള കോളത്തിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണോ, ഭവന വായ്പയുടെ നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുക. ശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത തുക വന്നിട്ടുണ്ട് ഇവിടെ. അടുത്ത സെക്ഷൻ നമുക്ക് കൊടുക്കാനുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കാണും. ഡു യു ഹാവ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇൻ ഇന്ത്യ തുടങ്ങിയ ക്വസ്റ്റ്യൻസ്. അവിടെ യെസ് ഉണ്ടെങ്കിൽ അവിടെ കോളത്തിൽ ചേർക്കുക. ഇൻകമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്നോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഡു യു ഹാവ് ഇൻകം ഫ്രം ഫാമിലി പെൻഷൻ? ഇൻകം ടാക്സ് റീഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വരുമാനമാണ് കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് കിട്ടിയത് കൊടുക്കേണ്ടത്. നോ കൊടുക്കുക. ഡു യു ഹാവ് ഡിവിഡൻഡ് ഇൻകം? ഡിവിഡൻഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു സെക്ഷൻ കൂടി പൂരിപ്പിക്കാനുള്ള എക്സംപ്റ്റ് ഇൻകം. അത് അവിടെ ഇഫ് യു ഹാവ് എനി എക്സംപ്റ്റ് ഇൻകം പ്ലീസ് ആഡ് ഇറ്റ് ഹിയർ. അവിടുത്തെ ആഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നേച്ചർ ഓഫ് എക്സംപ്റ്റ് ഇൻകം എന്തുകൊണ്ടുണ്ടെങ്കിൽ സെലക്ഷൻ ചെയ്തിട്ട് അതിലേത് കാറ്റഗറിയാണോ വേണ്ടത് അതെടുത്ത് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആ കാറ്റഗറിയിലുള്ളത്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അതിനെത്ര എമൗണ്ട് ഉള്ളത് എന്നുള്ളത് അവിടെ കാണിച്ചു കൊടുക്കുക. ശേഷം ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ക്യാൻസൽ കൊടുത്ത് അടുത്ത പേജിലേക്ക് പോവുക. നമ്മളിപ്പോൾ ആ സെക്ഷൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷനും ഗ്രോസ് ടോട്ടൽ ഇൻകവും മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അതിൽ മാത്രമാണ് കൺഫേംഡ് ആയിട്ടുള്ളൂ. അടുത്ത സെക്ഷനാണ് നമ്മൾ ടോട്ടൽ ഡിഡക്ഷൻസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഭാഗം. ടോട്ടൽ ഡിഡക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡിഡക്ഷൻ പേജിലോട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയിരിക്കുന്നത്.
ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ പെയ്ഡ്? എന്തെങ്കിലും ഡൊണേഷൻ പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ യെസ് എന്ന് ചെയ്തു കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ ഡൊണേഷൻ ഷെഡ്യൂൾ ഫോർ സെക്ഷൻ 80G ഈസ് റിക്വയർഡ് ടു ബി ഫിൽഡ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നോ ഇട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. അതുപോലെ തന്നെ സയൻറ്റിഫിക് റിസർച്ചിന് എന്തെങ്കിലും ഡൊണേഷൻ പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ കൊടുക്കുക. അടുത്തത് വരുന്ന ആർ യു എലിജിബിൾ ടു ക്ലെയിം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80GG. അവിടെയും തുകയുണ്ടെങ്കിൽ അത് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതായിരിക്കും. നമ്മൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയമോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇടുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിലിടുന്നതോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് 5 വർഷത്തിന് മുകളിൽ കൊടുക്കുന്നതായ തുക കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് 1,50,000 വരെ ഇളവുള്ളതാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇളവാണ്. 1,50,000 വരെ നമുക്ക് അവിടെ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ബൈ എംപ്ലോയർ. ഇത് ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരു 10% പെൻഷൻ സ്കീമിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് കറക്റ്റ് കണക്കുകൂട്ടി ഡീറ്റെയിൽസ് കൊടുക്കണം. സാധാരണഗതിയിൽ അത് കൊടുക്കാറില്ല, നമ്മൾ കൊടുക്കുന്നത് മാത്രമേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇത് നോ എന്ന് എഴുതി താഴെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഇവിടെ നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമാണ് കൊടുക്കേണ്ടത്. യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുമ്പോൾ ഷെഡ്യൂൾ ഫില്ല് ചെയ്യാൻ വരും. യെസ് എന്ന് കൊടുത്ത് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവുക. നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഷെഡ്യൂള് CMDRFൻ്റെയും ഇതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെയും പ്രീമിയവും ഷെഡ്യൂളിൽ വരുന്നുണ്ട്. അടുത്തതായിട്ട് പേയ്മെൻറ്റ് മെയ്ഡ് ടുവേർഡ്സ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് ആൻഡ് റിലേറ്റീവ്സ്. നമ്മളുടെ കുട്ടികൾക്കോ നമുക്കോ എന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള ഭാഗമാണ്. അങ്ങനെയുള്ളവർ അവിടെ യെസ് എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് എനി അതർ ഡിഡക്ഷനിലാണ് നമ്മൾ വരുന്നത്. ഇതിൽ രണ്ടാമത്തത് 80CC-D1 കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്ന 10% തുക കൊടുക്കേണ്ടത്. പെൻഷൻ സ്കീമിലോട്ട് നമ്മൾ കൊടുക്കുന്ന തുക അതവിടെ ക്ലിക്ക് ചെയ്ത് എത്രയാണെന്ന് കാണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന തുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് പെൻഷൻ സ്കീമിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ എൻ്റർ ചെയ്യുക. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ഹൂ ഈസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഇവിടെയും എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ അവിടെയും ചേർക്കുക. അതുപോലെ തന്നെ സ്പെസിഫൈഡ് ഡിസീസിന് വേണ്ടി ചിലവായിട്ടുണ്ടെങ്കിൽ അതും. സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു സംശയം തോന്നാവുന്നതാണ്, ഇവിടെയല്ലേ നമ്മുടെ ഭവന വായ്പയുടെ ഇൻട്രസ്റ്റ് ചേർക്കേണ്ടത്. അതിവിടെയല്ല, നമ്മൾ ഓൾറെഡി അത് നൽകി കഴിഞ്ഞു. അടുത്തുള്ള എല്ലാ ടാഗുകളും നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് ചേർക്കുക. കഴിഞ്ഞാൽ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ചേർക്കാനുള്ള 80D ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. ഇവിടെയാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കേണ്ടത്. വലതുഭാഗത്തുള്ള എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചേർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വെദർ യു ഓർ എനി ഓഫ് യുവർ ഫാമിലി മെമ്പർ ഈസ് എ സീനിയർ സിറ്റിസൺ. ഇവിടെ നിങ്ങളോ നിങ്ങളുടെ ഭാര്യയോ അതല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ ഇവിടെ ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ എസ് എന്ന് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ കൃത്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് എററാണെന്ന് വരും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ട്, നിങ്ങളുടെ സ്പൗസ് ഉണ്ടെങ്കിൽ ചേർക്കുക എന്ന് അവിടെ ഒരു മെസ്സേജ് വരും. അതുകൊണ്ട് നോ ക്ലിക്ക് ചെയ്ത് അടുത്ത സെൽഫ് ആൻഡ് ഫാമിലി എന്ന ടാബിലോട്ട് പോവുക. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിന് നമ്മൾ എത്രയാണോ കൊടുത്തത് അതവിടെ ചേർക്കുക.
ഇനി നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആയിട്ടുണ്ട്, അത് അവർക്ക് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവിടെ പേരൻസ് ഇൻക്ലൂഡ് സീനിയർ സിറ്റിസൺ എന്ന ഭാഗത്ത് ചേർത്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അവിടെ കൊടുത്ത 24,500 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കൊടുക്കാനുള്ളത് 80G ആണ്. ഡൊണേഷൻസ് ടു സർട്ടൻ ഫണ്ട്സ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഇവിടെയാണ് നമ്മൾ CMDRF കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആഡ് 80G എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആദ്യം വരുന്നത് ഡൊണേഷൻ എൻറ്റൈറ്റിൽഡ് ഫോർ 100% ഡിഡക്ഷൻ വിത്തൗട്ട് ക്വാളിഫയിങ് ലിമിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള ഭാഗങ്ങളെല്ലാം പൂരിപ്പിക്കുക. പൂരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കി കാണിച്ചു തരാം. പാൻ ഓഫ് ഡോണി, ഇവിടെയാണ് നമ്മൾ പാൻ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ പാൻ അടിച്ചു കൊടുക്കേണ്ടത്. AAA GD 0584M ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നെയിം ഓഫ് ഡോണി, അവിടെ നമ്മൾ CMDRF കൊടുക്കുക. അടുത്ത നമ്മളെ അഡ്രസ്സാണ്, അവിടെ നമ്മൾ ഗവൺമെൻറ് ഓഫ് കേരള എന്നത് കൊടുക്കുക. ശേഷം സിറ്റി ടൗൺ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നുണ്ട്, അവിടെ തിരുവനന്തപുരം എന്ന് അടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ പിൻകോഡ് അവിടെ കൊടുക്കണം. പിൻകോഡ് കൊടുത്താലേ സ്റ്റേറ്റ് കോഡ് അവിടെ വരുള്ളൂ. 695001 പിൻകോഡ് കൊടുക്കുക. പിൻകോഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റേറ്റ് കോഡിൻ്റെ അടുത്ത് കേരള ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഇനി നമ്മൾ തുക ചേർക്കുക. ആദ്യം നിങ്ങളിവിടെ കാണാം ഒരു തുക ചേർക്കേണ്ട സ്ഥലം. അവിടെ 2000 2000 താഴെയുള്ള സംഖ്യകൾ മാത്രമേ അവിടെ ചേർക്കത്തുള്ളൂ. അതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ 2000 മുകളിലുള്ള സംഖ്യ CMDRFലോട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു എറർ മോഡ് കാണാം. എൻ്റർ ദ എമൗണ്ട് ഓഫ് ഡൊണേഷൻ ഐദർ ഇൻ ഫീൽഡ്, ഡൊണേഷൻ ഇൻ ക്യാഷ് ഓർ ഡൊണേഷൻ ഇൻ അതർ മോഡ്. അത് കാര്യമാക്കണ്ട. താഴെ നിങ്ങൾക്ക് എത്രയാണോ 2000 കൂടുതലുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളടച്ച 13,000 രൂപ കൃത്യമായി വന്നത്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ഡിഡക്ഷൻസ് എന്ന പേജിലോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട സാധാരണ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ അടിയിൽ ഏറ്റവും താഴെയുള്ള കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നിങ്ങൾ ടോട്ടൽ ഡിഡക്ഷൻ കൺഫേംഡ് എന്ന് കാണാം. ഇനി നമ്മൾക്ക് കാണേണ്ടത് ടാക്സ് പെയ്ഡ് എത്രയാണെന്നാണ്. അതിൽ ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ വെരിഫൈ ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾ നേരത്തെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടോട്ടൽ ടാക്സ് ഡിഡക്റ്റഡ് എന്ന സ്ഥലത്ത് കാണാൻ പറ്റും. അത് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിരിക്കും. ഇനി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ വ്യൂ യുവർ ഫോം 26 EIS എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അടച്ച ടാക്സിൻ്റെ വിവരം അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇല്ല എങ്കിൽ അവിടെ 0 ആണ് വരാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അടച്ചിട്ടില്ലായിരിക്കും. 26 EIS ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് അനദർ എന്ന് വെച്ച് നിങ്ങൾക്ക് അതിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ടാൻ ഓഫ് ദ ഡിഡക്ടർ വരും. ആരാണോ ഏത് ഓഫീസാണോ നിങ്ങൾ കൊടുത്തത് അവിടെ ടാൻ നമ്പർ ഉണ്ടാവും. ആ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ഇതിൻ്റെ ഒരു ടാൻ നമ്പർ ഉണ്ടാകും, അത് കൊടുക്കുക. ശേഷം നെയിം ഓഫ് ദ ഡിഡക്ടർ കൊടുക്കുക. ആരാണോ ഓഫീസ് ഇൻചാർജുമായിട്ടുള്ളത് കൊടുത്തിരിക്കുന്നു അവരെ കൊടുക്കുക. ഇനി എത്രയാണ് ടാക്സ് പെയ്ഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ സംഖ്യ ഇൻകം ചാർജബിൾ അണ്ടർ സാലറീസ് എന്നുള്ളത് അവിടെ കൊടുക്കുക. ശേഷം ആഡ് ചെയ്യുക.
അവസാന ഭാഗത്തുള്ള കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ടാക്സ് പെയ്ഡും കൺഫേംഡായി വന്നിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് ഉള്ളത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയാണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര ടാക്സ് അടയ്ക്കാനുണ്ട്, എത്ര ടാക്സ് ആണ് വന്നിട്ടുള്ളത്, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവയുടെ കാര്യം ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ ടാക്സ്, റിബേറ്റ് എന്നിവ കാണിച്ചുകൊണ്ടുള്ള ഈ പേജ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 10 നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയാണെന്നുള്ളത് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ടാക്സ് ഇല്ലാത്തതാണ്. നമ്മൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഒന്നും ഇല്ല. കൃത്യമായിട്ട് എത്രയാണെന്നുള്ളത് കൂടുതലായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൃത്യമായി അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആ ടാഗുകളെല്ലാം കൺഫേംഡായി, എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും യു നീഡ് ടു മേക്ക് എ പേയ്മെൻറ്റ് ഓഫ് എന്തെങ്കിലും ബാക്കി ടാക്സ് എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ അവിടെ കണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ 0 എന്നാണ് കാണുന്നത്, അതുകൊണ്ട് അടയ്ക്കാനില്ല. താഴെയുള്ള പ്രിവ്യൂ റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് റിട്ടേൺ എന്നുള്ള പേജ് വരും. നിങ്ങളുടെ പേരവിടെ ഉണ്ടാകും. എന്നുള്ള ഇപ്പുറത്തുള്ള ചതുരത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. താഴെ സെൽഫ്, നിങ്ങളുടെ പാൻ നമ്പർ എന്നിവയും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിരിക്കും. ഇനി താഴെ കൊടുത്തിരിക്കുന്ന കോളങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ പൂരിപ്പിക്കാനുള്ളതാണ്. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവർക്കും കൂടെ വരാനുള്ളൂ. ഇവിടെ നമ്മൾ തന്നെയാണ് പൂരിപ്പിച്ചതുള്ളതുകൊണ്ട് നമുക്കത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന പ്രൊസീഡ് ടു പ്രിവ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഫയലിംഗ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് കടന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ അസസ്മെൻറ്റ് ഇയർ 2021-22 എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കിത് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുവാനും സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കുക. ശരിയാണെങ്കിൽ പ്രൊസീഡ് ടു വാലിഡേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന പേജ് ITR 1 വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ വെരിഫിക്കേഷനിലോട്ട് കടക്കുകയാണ്. ലാസ്റ്റ് ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾ വെരിഫൈ ചെയ്യുന്നത്. വെരിഫിക്കേഷൻ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെരിഫൈ ലേറ്റർ ചെയ്യാം. ITR 5 ഉപയോഗിച്ച് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്തത് ആധാർ OTP വഴിയാണെങ്കിൽ നിങ്ങൾ വെരിഫൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ. ആധാറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ വരുന്ന OTP മതിയോ? അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. ത്രൂ നെറ്റ് ബാങ്കിങ്, ത്രൂ ബാങ്ക് അക്കൗണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ആധാർ OTP വെച്ചാണ് വെരിഫൈ ചെയ്യാൻ പോകുന്നത്. അവിടെ സർക്കിൾ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ടൈം പാസ്വേഡ് വിൽ ബി സെൻഡ് ടു മെസ്സേജ് SMS ആയി നിങ്ങളുടെ മൊബൈൽ വന്നിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ആധാർ OTP എന്നതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത നിങ്ങളുടെ SMS വന്ന OTP അടിക്കാനുള്ള സ്ഥലം വരും. അവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മൊബൈലിൽ വന്നിരിക്കുന്ന OTP കൊടുത്ത് വാലിഡേറ്റ് ചെയ്യുക. നിങ്ങളോട് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് കൺഫേം സബ്മിഷൻ റിട്ടേൺ ചെയ്യട്ടെ എന്ന്. അവിടെ നിങ്ങൾ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫയലിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. യു ഹാവ് സക്സസ്ഫുള്ളി ഫയൽഡ് ആൻഡ് വെരിഫൈഡ് യുവർ റിട്ടേൺ. ഇനി നമ്മളൊന്നും ഇതിൽ ചെയ്യാനില്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇൻകം ടാക്സ് ഓഫീസിൽ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത കൊല്ലം ഇതേ സമയത്ത് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് സംശയം ദൂരീകരിച്ച് തരുന്നതാണ്. നന്ദി. നല്ലൊരു വർഷം കൂടി നിങ്ങൾക്ക് ആശംസിക്കുന്നു.